ഹലോ ഗായ്സ്, നമ്മുടെ ഇവിടുത്തെ ന്യൂ ഇയർ പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളവിടെ പറമ്പിൽ വന്നേക്കണേന് കേട്ടോ. ചെറിയ തോതിൽ ഇവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്ന് നടത്തണതാണ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ നടത്തണത്. മനുച്ചേട്ടന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജിൽ കയറി പാടാൻ വേണ്ടിയിട്ട്. ജാനിക്കുട്ടിയാണെങ്കിൽ തോരെ സ്റ്റേജിൽ കയറിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. കൂട്ട ആദൂസും ഉണ്ട്, പിന്നെ നമ്മുടെ ജൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് മനുച്ചേട്ടനും ഒക്കെ കൂടി സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടി കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് പാടിയിട്ടോ എല്ലാവരും കൂടി ചേർന്ന്. അങ്ങനെ പിന്നെ ലാസ്റ്റ് സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്ക് മാത്രമായിട്ട്. ജൂനും ചെറുതായിട്ട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്, വെറുതെ സ്റ്റേജിൽ കയറി തുള്ളിയതിന്. ലാസ്റ്റ് പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് സ്റ്റേജിൽ ഒരു പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുലാവും ചിക്കൻ കറി ആയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 12 മണി ആവാറായപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ടേക്കണം അങ്ങോട്ടേക്ക് നടക്കുവാണ്. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് പപ്പാഞ്ഞീനെ കത്തിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. ഒത്തിരി പേരുണ്ട് കേട്ടോ, അവിടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഭാഗത്തുള്ള പപ്പാഞ്ഞിയുടെ എനിക്ക് പകലുള്ള വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അത് നടന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടാട്ടോ ഇവിടുത്തെ ചേട്ടന്മാർ ഇപ്രാവശ്യം പപ്പാഞ്ഞിനെ ചെയ്ത് വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ ഇതുപോലെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമാണ് ഇത്ര നല്ല ഗംഭീരമായിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ പപ്പാഞ്ഞിനെ കത്തിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മത്താപ്പൊക്കെ പൊട്ടിക്കണയൊക്കെ ഞങ്ങൾ കണ്ട് നിന്ന് ഈ ചേട്ടന്മാർ കണ്ടതുള്ളതാണ്. അവരുടെയാണ് എഫേർട്ട് ഇത് മുഴുവനും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കേക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നേക്കുന്നത്, മനുഷ്യൻ്റെ ബർത്ത്ഡേയുടെ. അപ്പോൾ അത് പോയി മുറിക്കണം. അപ്പം നമ്മൾ അവിടെയുള്ളവരോടൊക്കെ പറഞ്ഞു കേട്ടോ, വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, ബർത്ത്ഡേ ആണ്, കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അവിടെയുള്ള ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ കൂടി അങ്ങോട്ട് വന്നു കേട്ടോ. ഈ വർഷമെങ്കിലും നല്ല വർഷമായാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. കുറേ കാര്യങ്ങൾ നേടാനുണ്ട്, അതൊക്കെ ഒന്ന് നടന്നാൽ മതി ഈശ്വര എന്ന് പറഞ്ഞാണ് കേട്ടോ ഈ വർഷം തുടങ്ങുന്നത്. അങ്ങനത്തെ നമ്മുടെ വീടിനവിടെയുള്ള എല്ലാവരും കൂടിയൊക്കെ വന്ന് ഇപ്രാവശ്യം അടിപൊളിയാക്കി കേട്ടോ ബർത്ത്ഡേ. സാധാരണ എല്ലാ പ്രാവശ്യം ഇതുപോലെയൊന്നുമല്ല, ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് മാത്രമായിട്ട് കട്ട് ചെയ്യണം. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടി വന്നപ്പോഴത്തേക്കും. ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ അവൻ പറയണതാണ് കേക്ക് എനിക്ക് ഫസ്റ്റ് ഇതാന്ന് പറയണതാണ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ന്യൂ ഇയർ പരിപാടികൾ. ഇവിടെ ഞാൻ വോയിസ് പറയുന്നതിടയ്ക്ക് ജൂ അലമ്പണമാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ കരച്ചിൽ കേൾക്കണത്. പിന്നെ ജാനിക്കുട്ടിയുടെ അപ്പേ കിട്ടിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും അവരവിടെ പറമ്പിൽ ആഘോഷിക്കണേണ്, അതുകൊണ്ട് അവർ രണ്ടുപേരും മാത്രം വന്നില്ല. പിന്നെ ജൂനും ജാനക്കും ഒന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും പോകണ്ടേന്ന് ഓർത്താണ് നമ്മളപ്പോൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം വലിയ കേക്ക് വേണമെന്നാട്ടോ പറയണത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെയുള്ള, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും വേഗം ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ല വർഷം ആവട്ടെ കേട്ടോ.